കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലെ 8-ാമത്തെയും 9-ാമത്തെയും മെസ്സേജുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 8-ാമത്തെ മെസ്സേജിലേക്ക് പോകാം. സൂര്യനിലെ അടയാളം. ഞാനാണ് സൂര്യൻ, നീതിയുടെ സൂര്യൻ. സൂര്യൻ അതിൻ്റെ പ്രകാശം നൽകുകയില്ല എന്ന് തിരുവചനം പറയുന്നു. മേഘങ്ങൾ അതിനെ മറയ്ക്കാത്തിടത്തോളം കാലം സൂര്യന് തന്നെ തന്നെ മറയ്ക്കാനോ പ്രകാശം നൽകാതിരിക്കാനോ സാധ്യമല്ല എന്നത് സത്യം തന്നെ. അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ഈ കാലഘട്ടത്തിൽ അവൻ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ഭൗതിക വസ്തുക്കളും സമ്പത്തും കൊണ്ട് നീതി സൂര്യൻ മറയ്ക്കപ്പെടും. കാരണം ആ നാളുകളിൽ മനുഷ്യർക്ക് എന്നിലുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചവും നല്ല ജീവിതത്തിൻ്റെ തിളക്കവും ക്രിസ്ത്യാനികളിലോ എൻ്റെ ജനത്തിൻ്റെ ഇടയിലോ പ്രകാശിക്കുകയില്ല. മനുഷ്യർ ഭയത്തിൻ്റെ പിടിയിലായിരിക്കും. തങ്ങളുടെ അധികാരം, പദവികൾ, മതപരമായ ബഹുമതികൾ, സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുന്നതിനെ ഓർത്തുള്ള ഭയമായിരിക്കും അത്. ചന്ദ്രനിലെ അടയാളം 2 ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. 1-ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. ചന്ദ്രനിലെ അടയാളം. അടുത്ത അടയാളം ചന്ദ്രനാണ്. ചന്ദ്രൻ നിങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ സഭയുടെ അടയാളമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സഭയുടെ അന്ത്യനാളുകളാണ്. ഞാൻ അവളെ എങ്ങനെ സ്ഥാപിച്ചുവോ അവൾ അങ്ങനെ അല്ലാതായി തീർന്നു കഴിഞ്ഞു. അവൾ അഹന്തയിലേക്കും പൊങ്ങച്ചത്തിലേക്കും മാറിക്കഴിഞ്ഞു. കരുണയും സഹിഷ്ണുതയും അവശേഷിക്കുന്നില്ല. ചാരിത്ര്യശുദ്ധി വിഷയാസക്തിക്കും അശുദ്ധിക്കും ധാർമ്മികാപഭ്രംശത്തിനും വഴിമാറിക്കഴിഞ്ഞു. സ്വഭാവ നൈർമല്യത്തിൻ്റെ തിളക്കം അസൂയയിലേക്കും ദുഷ്ടമനസ്ഥിതിയിലേക്കും മാറി. ആത്മസംയമനം ഭക്ഷണാസക്തിക്കും അത്യാഗ്രഹത്തിനും വഴിമാറി. ക്ഷമയ്ക്ക് പകരം കോപവും യുദ്ധവും ജനങ്ങൾക്കിടയിലെ ഭിന്നതയും നടമാടുന്നു. വിവേകത്തിൻ്റെ സ്ഥാനം അശ്രദ്ധ കൈയടക്കിയിരിക്കുന്നു. എൻ്റെ ജനമേ, ഇതാ ഞാൻ മുന്നമേ പറയുന്നു. എതിർ ക്രിസ്തു ആദ്യം വരും, അതിനുശേഷം വ്യാജ പ്രവാചകന്മാരും. അവർ കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ പാകത്തിലുള്ള വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. ഈ ലോകത്തിലെ ജനങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ നീട്ടുന്നതിനു പകരം ആഭിചാരവും ഭാവി പ്രവചനവും പോലെയുള്ള പിശാചിൻ്റെ പ്രവർത്തികളെ ആശ്ലേഷിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യുകയാൽ അവർ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാവരോടുമായി ഞാൻ പറയുന്നു, വഞ്ചിക്കപ്പെടാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസവും ശരണവും എന്നിലും ദൈവത്തിലും അർപ്പിക്കുക.